അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, നമ്മളേറെ താല്പര്യപൂർവ്വം നിർവഹിക്കേണ്ടുന്ന ഇബാദത്താണ് നമസ്കാരം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാജിബായി ജമാഅത്തായി നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. ഒരു വേള ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പിന്തിരിഞ്ഞു പോകുന്നവരെക്കുറിച്ച് ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ മുനാഫിഖീങ്ങൾക്കാണ് ജമാഅത്ത് നമസ്കാരം ഏറെ ഭാരമായിക്കൊണ്ട്, പ്രത്യേകിച്ചും ഇശായിനെയും സുബഹിനെയൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലിഴഞ്ഞാണെങ്കിലും അവർ ജമാഅത്ത് നമസ്കാരത്തിന് വരുമായിരുന്നു എന്ന് ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ നമസ്കാരത്തിന് ജമാഅത്തിന് വരാത്തവരുടെ വീടുകൾ കത്തിച്ചു കളഞ്ഞാലോ എന്ന് പോലും കരുതിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. 27 ഇരട്ടി പ്രതിഫലമാണ് ഹദീസിലൊക്കെ പഠിപ്പിച്ചത്. ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറയുന്നുണ്ട്, അതിന് 27ഓളം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആ ജമാഅത്ത് നമസ്കാരത്തിൽ എത്താനൊക്കെയുള്ള അതിൻ്റെ അദബുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി അതിൻ്റെ പുണ്യം പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.